ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അബിയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ചന്തുമോൾ ഇനി ഇവിടെ തന്നെ ഈ കുടുംബത്തിലെ അംഗമായിട്ട് തന്നെ കഴിയും. അതുകൊണ്ട് ഇനി നീയെങ്കിലും നിൻ്റെ പക്വത കാണിക്കണം, നിനക്കൊരു കുഞ്ഞൊക്കെ ആയില്ലേ എന്നൊക്കെ പറയും. ഞാൻ എന്തായാലും ഇനി നന്നായിട്ട് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അബി. പിന്നീട് കാണിക്കുന്നത് നവിയെ റൂമിലേക്കൊക്കെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ കുഞ്ഞിനെയൊക്കെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട് കനക. അന്നേരം നയനയുണ്ട് കൂടെ. മോള് വിളിച്ച് പറഞ്ഞായിരുന്നോ, നന്ദുവിനെ വിളിച്ച് പറഞ്ഞായിരുന്നോ എന്നൊക്കെ നവി അന്വേഷിക്കുന്നുണ്ട്. അവളെ വിളിച്ച് പറഞ്ഞു, അവൾക്ക് ഭയങ്കര സന്തോഷമായി, വൈകിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞേ എന്നൊക്കെ പറയും. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവൾക്കൊരു കുഴപ്പമില്ല, അവൾ സന്തോഷവതിയായിരിക്കും എന്നൊക്കെ പറയും. എന്തായാലും ഈ അനാമികയായിട്ടുള്ള ബന്ധമൊക്കെ ആകെ വഷളാണ് എനിക്ക്. അത് കാരണം ഇനിയും വീണ്ടും നന്ദുവായിട്ട് അനി അടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പം നവിയും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കനയ്ക്ക് ആകെ ടെൻഷനാണ്. നന്ദു അങ്ങ് പോയി കഴിയുമ്പോൾ അനി നന്ദുവിനെ മറന്നോളൂ എന്നുള്ളതാണ് കനയുടെ വിചാരം. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് നയനയും നവിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛാ ആ കുട്ടി എവിടുന്നാണ് കൊണ്ടുവന്നതെന്നൊന്നും ഞാൻ തിരക്കുന്നില്ല, അതാരുടെയാണെന്നോ എന്താണെന്നൊന്നും തിരക്കുന്നില്ല, പക്ഷേ ആ കുട്ടിയായിട്ട് ഞങ്ങൾ ഒരുപാട് അടുത്തു. അച്ഛൻ എന്തായാലും ഒരു കാര്യമില്ലാതെ ഒരു കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരത്തേന് പറയും, എൻ്റെ 2 ആൺമക്കളും അതിനെക്കുറിച്ച് കൂടുതൽ എന്നോട് ചോദിച്ചിട്ടില്ല, പിന്നെ നിങ്ങളാരും അതുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും ഒരു കാര്യമില്ലാതെ ഒരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലോ, ആ കുഞ്ഞിനെ എന്തായാലും ഈ വീട്ടിലെ കൊച്ചുമകളെ പോലെ വളർത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീയും അങ്ങനെ കരുതണമെന്നൊക്കെ പറയും. പിന്നെ നയനിക്കും ആദർശിനും ഒരു കുഞ്ഞുണ്ടായാൽ പോലും മൂത്ത പേരക്കുട്ടിയായിട്ട് ആ കുഞ്ഞിനെ നീ കരുതണമെന്ന് പറയുന്നുണ്ട്. അപ്പം ദേവയാനി അതിനെല്ലാം സമ്മതിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ഞാൻ അങ്ങനെ തന്നെ കരുതിക്കോളാം. ആ കുട്ടി പെട്ടെന്നാണ് ഞാനുമായിട്ട് നയനയൊക്കെ ആയിട്ട് അടുത്തത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശൻ പറയും, ശരി, ഞാൻ പറഞ്ഞ പോലെ തന്നെ നീയും അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേവയാനി അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അബി ആ സ്വർണ്ണപ്പണിക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നതാണ്. അയാൾ പറയുന്നുണ്ട്, മുത്തശ്ശൻ ആനന്ദമൂർത്തി സാറ് കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നായിരുന്നു, എല്ലാവരെയും വിളിച്ചു, എന്നെയും ഒരുപാട് ചോദ്യമൊക്കെ ചെയ്തെന്നൊക്കെ പറയും. എനിക്ക് ആകെ പേടിയാന്നൊക്കെ പറയാം. അന്നേരം അബി പറയുന്നുണ്ട്, താൻ എന്തുകൊണ്ടും പേടിക്കേണ്ട, ഇതൊക്കെ എങ്ങനെ നേരെയാക്കണമെന്ന് എനിക്കറിയാമെന്ന് പറയും. ആ SI എന്നെ കഴിഞ്ഞ ദിവസം വിളിപ്പിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചുമ്മാ ഫോർമാലിറ്റിക്ക് ചെയ്യുന്നതേ ഉള്ളൂ, ഇത് കേസൊന്നും വേണ്ടെന്ന് ആദർശ് തന്നെ എല്ലാവരോടും പറയും, നോക്കിക്കോണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞാൻ പറയുന്നതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആദർശേട്ടനോ മുത്തശ്ശനോ ചലിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവർ തന്നെ ഈ കേസൊന്നും വേണ്ടാന്ന് വെക്കുന്ന സമയം വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ പറയും, പക്ഷേ എനിക്ക് പേടിയാണ്, ഞാനാണെങ്കിൽ എൻ്റെ അച്ഛന് പകരമായിട്ട് വന്നതായിരുന്നു, ഈ മൂർത്തീസ് ഗ്രൂപ്പിൽ വിശ്വസ്തനായിരുന്നു എൻ്റെ അച്ഛൻ, അതുപോലെ ഞാനും അങ്ങനെ തന്നെയാണ് നിന്നിരുന്നത്, ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നെന്നൊക്കെ പറയും. താൻ ഒരു അക്ഷരവും മിണ്ടണ്ട, താൻ കൂടുതൽ വല്ലവരോടും വല്ലതും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ താൻ പിന്നെ ഈ ഭൂമിക്ക് മേലെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അബി അവിടുന്ന് പോകുന്നത്. കനകയും നവിയും കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചിരിക്കുമ്പോൾ നവി ചോദിക്കുന്നുണ്ട്, അബി വന്നായിരുന്നോ എന്നൊക്കെ. അബി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ആകെ ടെൻഷനിലായിരുന്നു, ഇപ്പോഴാണ് അങ്ങോട്ട് പോയത്, ഇപ്പം വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ട് കയറി വരും. മോളിപ്പോൾ അബിയെ അന്വേഷിച്ചതേ ഉള്ളൂ മോനെ എന്നൊക്കെ പറയും. ദേ കുഞ്ഞിനെ കാണുന്നൊക്കെ പറയുമ്പോഴത്തേന് അബി കുഞ്ഞിനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം നവിയെ പറയും, ദേ നിങ്ങളുടെ അമ്മയെപ്പോലെ ഇരിക്കുന്നെന്നാണ് പറഞ്ഞത് ഇല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയാന്നൊക്കെ പറഞ്ഞ് അബി കുഞ്ഞിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് എന്നെ തലവലിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും ഇപ്പം കുഞ്ഞ് വന്നത് നമ്മളുടെ ഭാഗ്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയും. എന്താണെന്ന് ചോദിക്കും, പറയും എനിക്കിപ്പം ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാമെന്ന് ആദർശേട്ടനും മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നവിയെ അങ്ങ് സുഖിപ്പിക്കുകയാണ് അബി. അന്നേരം നവിക്കും സന്തോഷമാകുന്നുണ്ട്. അതെന്തായാലും അതൊക്കെ തന്നെയായിരിക്കും ഭാഗ്യം, നമ്മുടെ കുഞ്ഞു വഴി നമുക്കും ഭാഗ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവർ സന്തോഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ചന്തുമോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരുടെ ഭയങ്കര സന്തോഷത്തിലാണ് കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ദേവയാനി പറയും, ഞാൻ ഇത്ര നേരം മോളുടെ അടുത്തിരുന്ന് കളിക്കുകയായിരുന്നു, ഇനി നീ കുറച്ച് നേരം ഇരിക്കാൻ, എന്നെക്കൊണ്ടൊന്നും പറ്റുകയില്ല. അലവലാതെ കൊച്ചുങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുങ്ങളെ നോട്ടമല്ല എൻ്റെ പണി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവയാനി പറയും, നീ ഇങ്ങനത്തെ വർത്താനം പറയരുത്, നീ ഇതുപോലെ തന്നെ തെണ്ടി തിരിഞ്ഞ് നടന്നല്ലായിരുന്നു
നിനക്ക് ആരുമില്ലായിരുന്നു അന്നേരം കൊണ്ട് ഇങ്ങോട്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ വളർത്തിയത് ഇവിടെ അച്ഛനും അമ്മയും ആ ഒരു ചിന്ത നിനക്ക് വേണമായിരുന്നൊക്കെ പറയും. ഞാനിപ്പോൾ ഓർക്കുക അതുപോലെ എങ്ങാനും അനാഥാലയത്തിലൊക്കെ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നെന്ന്. കാരണം എനിക്കിഷ്ടമില്ലാത്തവരൊക്കെ തന്നെയാണല്ലോ ഈ വീട്ടിലോട്ട് വലിഞ്ഞു കയറി വരുന്നതെന്ന് പറയും. അത് നിൻ്റെ സ്വഭാവം കൊണ്ട് നിനക്ക് തോന്നുക എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് ദേഷ്യപ്പെടും. എന്നിട്ട് പിന്നെ ചന്തമോളോട് പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മോൾക്ക് ഞങ്ങളെല്ലാം ഉണ്ട്, മോൾ സന്തോഷത്തോടെ ഇരുന്നോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ താലോലിക്കുകയൊക്കെ ചെയ്യുകയാണ്. ജലജ കലിപ്പിൽ തന്നെയാണ് താഴോട്ടിറങ്ങി വരുന്നത്. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി എവിടെ ഇരിപ്പുണ്ട്. അവർ ചോദിക്കും, നീ ഹോസ്പിറ്റലിലോട്ട് പോകുമല്ലേ എന്ന്. അതെ ഞാൻ പോയാൽ കൈനി അമ്മായിമ്മ എന്ന് കുഞ്ഞിനെ കണ്ടില്ലെന്ന് പറഞ്ഞ് പരാതിയൊന്നും വേണ്ടെന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് ഓടി ഇങ്ങോട്ടൊന്നും വരുമോന്നും വേണ്ട, അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വന്നാൽ മതി. കനക ഇതുവരെ കാവലിരുന്നില്ലേ കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ, ഇനി നീ കുറച്ച് നേരം ഇരുന്നിട്ട് വന്നാൽ മതി എന്ന് പറയും. അതിനെന്തിനാ ഞാൻ അവിടെ ഇരിക്കുന്നത്, അവിടെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ജലജ ചോദിക്കുന്നത്. എന്തായാലും ഞാൻ അവിടെ വരെ പോയിട്ട് വരാം, എൻ്റെ കൊച്ചുമോനെ കാണാൻ എനിക്ക് എന്തായാലും ആഗ്രഹമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയും, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നീ നേരത്തെ പോയേനെ, ഇപ്പം പ്രസവത്തിന് മുമ്പ് തന്നെ നീ അവിടെ പോയി കാവലിരുന്നേനോ എന്നൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഞാൻ എപ്പോഴാണെങ്കിലും പോയി കണ്ടാൽ പോരെ എന്നൊക്കെയാണ് ജലജ പറയുന്നത്. പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനും വഴക്ക് പറയുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കനക ഉടനെ അങ്ങോട്ട് പോകും. അന്നേരത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് താല്പര്യമൊന്നും ഇല്ല പോകാനായിട്ട്, പിന്നെ എന്നാലും അങ്ങ് നമ്മൾ അനുസരിച്ച് അങ്ങ് പോയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അഭി ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ച് നവിയുടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്കിപ്പം ഇങ്ങനെ ഭാഗ്യങ്ങളൊക്കെ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഉടനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നവി ചോദിക്കും, കുറച്ച് മുമ്പ് നീയല്ലേ പറഞ്ഞത് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ്. അല്ല, കുഞ്ഞിൻ്റെ ഭാഗ്യമുണ്ട്, എന്നാലും നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചെന്നേ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയാണ് അഭി. എന്നിട്ട് പറയും, നമ്മുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും നമ്മളിനി സ്നേഹത്തോടെ തന്നെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, നീ മാറാതിരുന്നാൽ മതി. ഏതൊരു പെണ്ണിന് സ്നേഹമുള്ള ഭർത്താവുണ്ടെങ്കിൽ അവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ അവരങ്ങ് ക്ഷമിക്കും, അങ്ങനെ വേണം ജീവിക്കാൻ എന്നൊക്കെ നവിയും പറയുന്നുണ്ട്. ആ സമയത്താണ് ജലജ അങ്ങോട്ട് കയറി വരുന്നത്. ഉടനെ നവി ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മ കുഞ്ഞിനെ കാണാൻ വന്നോ, കുഞ്ഞൊക്കെ വന്നിട്ട് കുറേ നേരമായല്ലോ, എന്നിട്ട് ഇതുവരെ നിങ്ങളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, എവിടെ ആയിരുന്നൊക്കെ ചോദിക്കും. ഞാൻ വരാനിരിക്കുകയായിരുന്നു, പിന്നെ ഇവിടെ ഇത്ര ആളുണ്ടല്ലോ, അതിനിടയിൽ ഞാൻ വന്നിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇവനും ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. എന്തായാലും കുഞ്ഞിനെ കാണ് എന്ന് പറയുന്ന ഉടനെ അഭി പറയും, അമ്മയെപ്പോലെ തന്നെ ഇരിക്കുന്നു, അത് നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും, എന്നെപ്പോലൊന്നും അല്ല ഇരിക്കുന്നത്, ഇവിടെ അമ്മയെപ്പോലെ ആയിരിക്കും ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. ഉടനെ നവി പറയും, എന്നാൽ ഇവിടുത്തെ ഡോക്ടറെ ഒന്ന് കയറി കണ്ടേച്ച് പോയാൽ മതി, കണ്ണൊക്കെ ഒന്ന് ക്ലിയർ ആകട്ടെ എന്ന് പറയും. അതല്ല അമ്മയെപ്പോലാന്നൊക്കെയാണ് അഭി പറയും. എന്നാൽ നിൻ്റെ കണ്ണ് കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചാൽ മതിയെന്ന് അഭിയോട് പറയുന്നുണ്ട് ജലജ. അതിനിടെ നവിയോട് ജലജ ചോദിക്കുന്നുണ്ട്, നയന വല്ലതും പറഞ്ഞായിരുന്നോന്ന്. എന്ത് പറയാനാന്ന് ചോദിക്കും. അല്ല, എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയാനായിട്ടാ എന്ന് ചോദിക്കും. അതല്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിക്കും. ഒരു പ്രശ്നവും ഇല്ല, എല്ലാം നല്ലതായിട്ട് രീതിയിൽ പോകുന്നു, ഞാൻ പിന്നെ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. അത് കേൾക്കുമ്പോഴത്തേന് നവിക്ക് അങ്ങ് എന്തോ പോലെ ആകുന്നുണ്ട്. ആ കുഞ്ഞിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ജലജ പക്ഷേ എടുക്കുന്നൊന്നുമില്ല. ജലജയ്ക്ക് എന്തോ ഒരകൽച്ചയുള്ള പോലെ തന്നെയാണ് നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, നീ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വാടി, നിനക്കുള്ള നല്ല സമ്മാനം തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ അതൊക്കെ കണ്ട് നീ നാട് വിടാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന ജലജ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.